ഇന്ന് നമ്മൾ ഒരു ചിക്കൻ ഡോനറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ 2 മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ പുഴുങ്ങിയെടുക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങ് അലിഞ്ഞ പോലെയാവും. അപ്പോൾ അതിനുശേഷം നമ്മളിതിലേക്ക് ചെറിയ 2 പൊട്ടാറ്റോ ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് സ്മാഷ് ചെയ്തും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള, പിന്നെ കുറച്ച് മല്ലിയില, കുറച്ചധികം തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയിലെ ക്യുമിൻ പൗഡർ, പെപ്പർ പൗഡർ, ചാട്ട് മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒറിഗാനോ, പിന്നെ ഇത്തിരി സോൾട്ട്, പിന്നെ നമ്മളെ കയ്യിൽ ഏതെങ്കിലും ചീസ്, അപ്പോൾ എൻ്റെ കയ്യിൽ ചീസിൻ്റെ സ്ലൈസ് ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ അതുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഏത് ചീസായാലും അത് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സ്ലൈസ് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നമ്മളൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിന് ആവശ്യമുണ്ട്, പക്ഷേ സംഭവം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ആ ഒരു പാത്രത്തിൽ നിന്ന് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിതാ വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് വേവിച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇതുപോലെ കൈ കൊണ്ടൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് ക്രംസ് ഒക്കെ എത്രയെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു നല്ലൊരു കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഷേപ്പിൽ കിട്ടണം. അപ്പോൾ അതിനായിട്ടാണ്. അപ്പോൾ എത്ര ബ്രെഡ് ക്രംസ് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ കുറച്ച് മാത്രം കാശ്മീരി ചില്ലി പൗഡർ, ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് വെള്ളവും കൂടെ ഒഴിച്ചിട്ടൊരു ലൂസായിട്ടൊരു ബാറ്റർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കട്ട്ലറ്റിനും ചിക്കൻ റോളിനൊക്കെ ഒരു മൈദയുടെ ഒരു ബാറ്റർ ഉണ്ടാക്കി എടുക്കേണ്ടല്ലോ മുട്ടയ്ക്ക് പകരമായിട്ട്. അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയെടുത്താണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു സ്പൈസി ആയിട്ട് കിട്ടാനായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്തത്. പിന്നെ ഞാനിതാ കുറച്ച് കോൺഫ്ലേക്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കോൺഫ്ലേക്സ് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് പൊടിക്കുമ്പം അത്ര എളുപ്പമല്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് ഇങ്ങനെ പൾസ് ചെയ്തിട്ടൊന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്താലും മതി. പിന്നെ അതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ബ്രെഡ് ക്രംസ് മാത്രമായാലും കുഴപ്പമില്ല, പക്ഷേ ഇതും കൂടി ചേർക്കുമ്പോൾ വേണം അതിൽ നല്ലൊരു ക്രിസ്പിയും ടേസ്റ്റൊക്കെ വരിക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ മാവിന്ന് കുറേശ്ശെ ഇതുപോലെ അത്യാവശ്യം കുറച്ചൊരു വലിയൊരു ബൗൾ എടുത്തതിന് ശേഷം കയ്യിലിട്ടിട്ടൊന്ന് ഇങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മളിതുപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഹോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ നല്ലൊരു ഡോണറ്റിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ മുമ്പിലും പുറകിലും ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് പിന്നെ നല്ലൊരു ഷേപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മളെ കയ്യിൽ കുഞ്ഞി ക്യാപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ നോക്കിയപ്പോൾ അത്ര ഒരു ചെറിയതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പിന്നെ അങ്ങനെ കൈ വെച്ചിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഞാൻ ചിക്കൻ ഡോണറ്റ് ഇതുവരെ പുറത്തുനിന്നൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് കഴിക്കാൻ പോകുന്നതും ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നതും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു മാവ് വെച്ചിട്ട് 10 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ആ ഒരു സ്പൈസി ആയിട്ടുള്ളൊരു ബാറ്റർ ഉണ്ടാക്കിയെടുത്തില്ല. അപ്പോൾ അതിലൊന്ന് ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കോൺഫ്ലേക്സും ബ്രെഡ് ക്രംസിലും ഒന്നിങ്ങനെ കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ആ ഒരു ഹോൾസ് ഒന്നും ഇങ്ങനെ അടഞ്ഞു പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ചൂടായിട്ടുള്ള എണ്ണയിലൊന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്ലെയിം ആദ്യം കുറച്ച് കൂട്ടി വെക്കുക, പക്ഷേ ഡോണറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ളതാണ്, എന്നാലും കുറച്ചൊരു തിക്കായിട്ടുള്ളതല്ലേ. അപ്പോൾ അതിൻ്റെ അകമൊക്കെ ഒന്നിങ്ങനെ കുക്കാവാനായിട്ട് ക്രിസ്പി ആവാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഭാഗം നന്നായിട്ട് കളറ് ചേഞ്ച് ആകുമ്പം മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ഒറിഗാനോ, പിന്നെ അതുപോലെ നമ്മൾ ക്യുമിൻ പൗഡർ, ചാട്ട് മസാല ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ചിക്കൻ ഡോനറ്റ് ശരിക്കും പച്ച ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുക. നമ്മൾ മോമോസിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആ ഒരു പച്ച ചിക്കൻ വെച്ചിട്ടാണ് ഡോനറ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഞാനിതിൽ നിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് എഗ്ഗും അതുപോലെ വേവിച്ച ചിക്കനും വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയ കേട്ടോ. സംഭവം ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്രിസ്പിയാണ്, പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് അതിൻ്റെ അകത്ത് ആ ഒരു പൊട്ടാറ്റോൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും പിന്നെ അതുപോലെ മുട്ട പുഴുങ്ങിയിട്ട് എല്ലാം കൂടെ ആയിട്ടൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്കിത് ടൊമാറ്റോ സോസിൻ്റെ കൂടെയും ഒക്കെ ട്രൈ ചെയ്യാം. അപ്പം ഞാനിവിടെ കുറച്ച് മയണൈസും ടൊമാറ്റോ സോസും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പം നല്ലൊരു ഇഫ്താർ സ്നാക്കായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്.